ഇതിലൂടെ ഉറപ്പിച്ചു കേൾക്കാൻ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പടയപ്പോൾ കാണാൻ വന്നൊന്നും ആഗ്രഹിച്ചിരുന്നില്ല. സേഫ് മൂവി കാണാൻ വന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ പടയപ്പിൽ നിന്ന് ഇവിടെ 2 മണിക്ക് ഷോ ഉണ്ട്. അപ്പോൾ ഞാനത് കാണാൻ വരുന്നുണ്ട്. പടയപ്പോൾ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയൊരു സമയം കൂടിയാണ്. അടിപൊളിയായിരിക്കും എന്നറിയാമല്ലോ, പടയപ്പോൾ അടിപൊളിയാണല്ലോ. പുതിയൊരു ഇത് കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട്. ഞങ്ങൾ പറവൂർ, എൻ്റെ വീട് പറവൂരാണ്, നോർത്ത് പറവൂർ. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് അങ്ങനെ കാണണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല. ഇന്ന് രാത്രി 9 മണിക്ക് വരുന്നുണ്ട് പടയപ്പോൾ കാണാനായിട്ട്. നോക്കാം. താങ്ക് യു. ഇതിലിപ്പോൾ നമ്മൾ എല്ലാവരും അടിപൊളിയാണ്. പിന്നെ നമ്മൾ എന്താ പറയുക, ഷാലെടുത്തിട്ട് വലിച്ചെടുത്ത സംഭവമുണ്ടല്ലോ, വയസ്സാണ്, ഒരുപാട് സംഭവമുണ്ട്. അത് ഇപ്പോൾ ഡയലോഗ് പറയുകയാണെങ്കിൽ ഞാൻ ഡയലോഗ് ഇമിറ്റേറ്റ് സൗണ്ട് അറിയില്ല. അളവ് തിരിയും മാസപ്പെടുന്നാമ്പളിക്കും, അളവ് തിരിയുന്ന പെമ്പിളയ്ക്കും, പെമ്പിളയും നല്ല വളരെ ചരിത്രമേ കിടയാണ്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കാണാം. ഞാൻ നിങ്ങളുടെ അടുത്താണ് ആദ്യമായിട്ട് ഡയലോഗ് പറയുന്നത്. ഓക്കെ. തമിഴ്നാട്ടിൽ വന്നൊരു ഓളം ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. ബിസിനസ്പരമായിട്ടൊക്കെ ഞാൻ പോകുന്നത്. ഞാനെങ്ങും പോവാതെ തന്നെ ഞാൻ ചെല്ലുമ്പോൾ പല കാര്യങ്ങൾ ഇവർ പറയും, അത് ചെയ്യും ഇത് ചെയ്യും. അപ്പോൾ എനിക്ക് അതിനൊരുപാട് പരിമിതികളുണ്ട്. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഡയലോഗ് പറയാനൊന്നും എനിക്ക് പറ്റില്ല. വേണമെങ്കിൽ നിങ്ങളുടെ ഒരു സ്റ്റൈലോ, ഞാൻ കുറച്ച് ഷോ ഒക്കെ ചെയ്യുന്നത് ഇപ്പം അങ്ങനെ തന്നെയാണ്. രജനി സാറിന് വല്ല എൻ്റെ ഇൻസ്റ്റാ ഐ ഡി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കുറച്ച് വലിയ വലിയ ഷോ ഒക്കെ ചെയ്യുന്നുണ്ട് ഔട്ട് ഓഫ് കേരള. കുറച്ച് ഡാൻസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇതുമ്പോൾ നമുക്ക് നിർത്താം. ഓക്കെ, താങ്ക് യു. ആയിട്ട് ഇന്ന് എൻ്റെ ഒരു പടം റിലീസ് ചെയ്തതിൻ്റെ സന്തോഷത്തിലാണ്. അപ്പോൾ അത് രണ്ടും കൂടി ഒരേ ദിവസം വന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എന്താ പറയുക, രജനി സാറിൻ്റെ ഒരു ലുക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ആളുകളോട് വന്ന് നിൽക്കുന്നത്. അതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ തലൈവർക്ക് ഹാപ്പി ബർത്ത്ഡേ. നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കാണാനായിട്ടൊരു അവസരം വന്നു. അത് ചെറിയ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാണ്ടായപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. വെയിറ്റിംഗ് ആണ്. വെറുതെ കണ്ടാൽ പോരെ, എനിക്ക് നേരിട്ട് കണ്ട് സംസാരിച്ച് ആ ഒരു രീതിയിലുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ കാണുള്ളൂ. തമിഴ് തെരിയും, മലയാളം പറയാനറിയാം. നോ പ്രോബ്ലം. ചോദിച്ചു. ഒന്നില്ല സാറിന്റെ ലുക്ക് കണ്ടപ്പം ലൈക്ക്. ഓ, താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. മൂവിയിൽ വന്നിട്ടുണ്ടായിരുന്നോ? മൂവിയിലുണ്ട് ഞാൻ. ഇത് മൂവിയിലുണ്ട്. അത് ശരി. ഏത് ഈ മൂവിയിലാണ്? ഏത് മൂവിയിലുണ്ട്? ഫ്രീ മൂവിയിലുണ്ട്. അത് ശരി. സാർ ഈ ലുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം? ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. സർ പടത്തിൽ എങ്ങനെ? അല്ല, ചോദിച്ചോ. അതെ, രജനി സാർ